ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് എങ്ങനെ ഒരു 12 വോൾട്ടിൻ്റെ സിംഗിൾ പവർ സപ്ലൈ അതേപോലെ 12/12 ഡ്യുവൽ പവർ സപ്ലൈ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ഈ ട്രാൻസ്ഫോമറിൻ്റെ AC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ വയറുകളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/012 ആണ്. അതേപോലെ തന്നെ ഈ ബ്ലൂ വയറില്ലേ, ഇതിൻ്റെ ഔട്ട്പുട്ട് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വോൾട്ടാണ്. നമുക്കിപ്പോൾ സിംഗിൾ പവർ സപ്ലൈ 12 വോൾട്ടിന് സിംഗിൾ പവർ സപ്ലൈ നിർമ്മിക്കുകയാണെങ്കിൽ ഈ 2 ബ്ലൂ വയർ മതി. അതേപോലെ തന്നെ 12/012 വോൾട്ട് നിർമ്മിക്കാനാണെങ്കിൽ ഈ 3 വയറുകൾ. നമ്മൾ 9 വോൾട്ട് AC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത് 12 വോൾട്ടാണ്. അതേപോലെ തന്നെ 12/012 AC കൊടുത്തു കഴിഞ്ഞാൽ DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു 16 വോൾട്ടേജെങ്കിലും വരും. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബ്രിഡ്ജ് ഡയോഡാണ്. ഈ ഡയോഡിൻ്റെ കോഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KBP C5010 ആണ്. ഇതൊരു ബ്രിഡ്ജ് ഡയോഡാണ്. ഈ ഡയോഡിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AC ഇൻപുട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള AC ഇൻപുട്ട് കൊടുക്കുന്നത് ഈ ലെഗിലാണ്. ഇവിടെ AC എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത ലെഗ് എന്ന് പറയുന്നത് ഇവിടെയുമായിട്ടാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ DC ഔട്ട്പുട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഗിൽ നിന്നും അതേപോലെ തന്നെ ഈ ലെഗിൽ നിന്നുമാണ്. നേരെ ഓപ്പോസിറ്റുള്ള ലെഗിൽ നിന്നല്ല എടുക്കുന്നത്, എല്ലാം ക്രോസ് ആയിട്ടാണ് നമുക്ക് കണക്ഷൻ എടുക്കേണ്ടത്. അടുത്തായിട്ട് ഞാൻ 50 വോൾട്ട് 2 കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. 25 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഇട്ടാലും കുഴപ്പമില്ല. എൻ്റെ ഇപ്പോൾ കിട്ടിയത് 50 വോൾട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ 50 വോൾട്ട് കൊടുക്കുന്നത്. പിന്നെ രണ്ടും 2 മൈക്രോഫാരഡാണ്. അതാണ് ഒന്ന് ചെറുതും ഒന്ന് വലുതായിട്ടിരിക്കുന്നത്. പിന്നെ രണ്ട് കമ്പനിയുടെയാണ്. എൻ്റെ ഇപ്പോൾ കിട്ടിയത് 2 കപ്പാസിറ്ററാണ്. തൽക്കാലം ഞാനിത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാം. ഒരു 12 വോൾട്ട് സിംഗിൾ പവർ സപ്ലൈ ആദ്യം നമുക്ക് നിർമ്മിക്കാം. അതിനായിട്ട് ഞാൻ ഈ 2 വയറുകളാണ് എടുക്കുന്നത് 9 വോൾട്ടിൻ്റെ. ഈ 2 വയർ കണക്ഷൻ കൊടുക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയോഡിൻ്റെ AC എന്ന് എഴുതിയിരിക്കുന്ന ഒരു ലെഗിൽ ഒരു വയറും അതേപോലെ തന്നെ ഇതിൻ്റെ ക്രോസ് ആയിട്ടുള്ള ഈ ലെഗിലുമാണ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഈ 2 വയറുകൾ കണക്ട് ചെയ്യുന്നത്. ഞാൻ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ട്രാൻസ്ഫോമറിൽ നിന്നുള്ള AC കണക്ഷൻ ഞാൻ ഡയോഡിൻ്റെ AC എന്ന് എഴുതിയിരിക്കുന്ന ഈ ലെഗിലും അതേപോലെ തന്നെ ക്രോസ് ആയിട്ടുള്ള ഈ ലെഗിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ DC എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ലെഗിന്നും അതേപോലെ തന്നെ ക്രോസ് ആയിട്ടുള്ള ഈ ലെഗിൽ നിന്നാണ് നമുക്ക് DC ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അത് നേരെ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഇവിടെ നിന്നുള്ള ഈ കണക്ഷൻ ആണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലോട്ടും ഈ കണക്ഷൻ നമ്മുടെ കപ്പാസിറ്റർ നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യണം. ഞാൻ ഇനി കപ്പാസിറ്ററിനോടെ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കപ്പാസിറ്റർ നമ്മൾ ഡയോഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്ററിൽ നിന്നുള്ള നെഗറ്റീവ് ലെഗ് ഒരു ബ്ലാക്ക് വയറിട്ട് നമുക്ക് ഡയോഡിൻ്റെ ഈ ഭാഗത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് റെഡ് വയറിട്ട് നമ്മൾ ഡയോഡിൻ്റെ പോസിറ്റീവ് ലെഗിലും കണക്ട് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ ഈ ഭാഗം ഈ വെള്ള ഇങ്ങനെ മൈനസ് പോലുള്ള ഭാഗമാണ് കപ്പാസിറ്റർ നെഗറ്റീവും. ഇവിടെ ഒന്നും അടയാളപ്പെടുത്താത്ത ഭാഗമാണ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഭാഗം. കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പവർ സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് കപ്പാസിറ്ററിൽ 12 വോൾട്ട് DC ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിനി DC 12 വോൾട്ട് ലഭിക്കുന്നുണ്ടോ നോക്കാം. അതിനായിട്ട് നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ റെഡ് പ്രോബ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലും അതേപോലെ തന്നെ ബ്ലാക്ക് പ്രോബ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ 12 വോൾട്ട് DC ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ പവർ സപ്ലൈ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. 12/012 ഡ്യുവൽ പവർ സപ്ലൈ നിർമ്മിക്കാൻ നമുക്ക് 2 കപ്പാസിറ്റർ ആവശ്യമായി വരുന്നുണ്ട്. സിംഗിൾ പവർ സപ്ലൈ ആണെങ്കിൽ നമുക്ക് 1 കപ്പാസിറ്റർ ആവശ്യമുള്ളൂ. ഇതിന് 2 കപ്പാസിറ്റർ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ AC ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ 3 വയറിൽ നിന്നാണ് ഡയോഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള കണക്ഷൻ എടുക്കുന്നത്. ഈ 2 മഞ്ഞ എന്ന് പറയുന്നത് നമുക്ക് 12, ഇതിലും 12 വരുന്നത്. ഇതിൽ 0 വോൾട്ടേജ്. അപ്പോൾ ഈ 2 മഞ്ഞ വയർ നമുക്ക് ഡയോഡിലെ AC കൊടുക്കുന്ന ലെഗിൽ കണക്ട് ചെയ്യണം. ഈ 2 മഞ്ഞ വയർ 12 നമുക്ക് കണക്ട് ചെയ്യാം. ഞാൻ കപ്പാസിറ്ററുകൾ തമ്മിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഭാഗം പോസിറ്റീവ് ഒരു ഭാഗം നെഗറ്റീവും കിട്ടും.
പോസിറ്റീവ് നെഗറ്റീവ് ജോയിൻ്റ് ആകുന്ന ലെഗുകൾ തമ്മിൽ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഡയോഡിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലും ഡയോഡിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയർ ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഈ ബ്ലാക്ക് വയർ നമുക്ക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ ജോയിൻ്റ് ചെയ്ത ഈ ലെഗിലും കണക്ട് ചെയ്യണം. ഡയോഡിൽ നിന്നുള്ള പോസിറ്റീവ് വയർ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവ് വയർ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഗ്രൗണ്ട് ബ്ലാക്ക് വയർ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ജോയിൻ്റ് ആകുന്ന ഈ ലെഗിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പം നമുക്ക് കപ്പാസിറ്ററിൽ വരുന്ന വോൾട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്ററിൽ DC 20 ഇട്ടതിന് ശേഷം നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പോസിറ്റീവ് ലെഗ് ആയതുകൊണ്ട് നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് കണക്ട് ചെയ്യാം. അതിനുശേഷം ബ്ലാക്ക് പ്രോബ് ഇതിൻ്റെ ഇവിടെയും കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഏകദേശം 16 വോൾട്ട് ലഭിക്കുന്നുണ്ട്. 16 വോൾട്ട് എന്ന് വെച്ചാൽ 12 വോൾട്ട് AC കൊടുത്തുകൊണ്ടാണ് നമുക്ക് 16 വോൾട്ട് DC ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത കപ്പാസിറ്ററിലെ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നെഗറ്റീവ് പ്രോവും ഇവിടെ നമുക്ക് പോസിറ്റീവ് പ്രോവും കണക്ട് ചെയ്യണം. അടുത്ത് ഞാൻ പോസിറ്റീവ് പ്രോ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 16 വോൾട്ട് ലഭിക്കുന്നുണ്ട്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് 16 വോൾട്ട് ഗ്രൗണ്ട് 0, ഇവിടെ മൈനസ് 16 വോൾട്ട് വരും. വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് 16 വോൾട്ട്, ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് 16 വോൾട്ട് ലഭിക്കും. അപ്പോൾ 16 വോൾട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ടോട്ടൽ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ പോസിറ്റീവ് റോവും നെഗറ്റീവിൻ്റെ അവിടെ നെഗറ്റീവും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് അപ്പോൾ നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ അവിടെ 200 ഇട്ടതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ടോട്ടൽ 31 വോൾട്ട് ലഭിക്കുന്നുണ്ട്. ടോട്ടൽ 31 നമുക്ക് 31 വോൾട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ടിൽ ഇങ്ങനെയും നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ 16 കണക്ട് ചെയ്യേണ്ട സർക്യൂട്ടിലാണെങ്കിൽ അങ്ങനെയും നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.